ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് LSSന് വേണ്ടിയിട്ടുള്ള EVS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. EVS മാത്സ് ഇത് പേപ്പർ 2 ആണ്. മലയാളം, ഇംഗ്ലീഷ്, GK ഇതാണ് പേപ്പർ 1. എല്ലാ വിഷയത്തിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നൽകുക. മക്കളെല്ലാവരും മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. ആൻസറിനോട് കണക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എക്സ്ട്രാ പറയുന്നത് അറിയാത്തതൊക്കെ മക്കളൊന്ന് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് കലാരൂപങ്ങൾ ഏതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് തരം തിരിച്ചെഴുതുക. കല്യാണക്കളി എന്നറിയപ്പെടുന്നു. ചട്ടയും മുണ്ടുമാണ് വേഷം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കളി. സ്ത്രീകളുടെ സംഘനൃത്തമാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും ചുവട് വെച്ച് കളിക്കുന്നു. ഇവിടെ രണ്ട് പട്ടിക നൽകിയിട്ടുണ്ട്. ഇതിൽ സൂചനകൾ കലാരൂപം എന്നെഴുതാം. കല്യാണക്കളി എന്നറിയപ്പെടുന്നു. അത് ഏത് കലാരൂപമാണ്? മംഗലം കളി. 2 ചട്ടയും മുണ്ടുമാണ് വേഷം. അത് മാർഗം കളി. അടുത്തത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കളി. തെയ്യം. സ്ത്രീകളുടെ നൃത്തമാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും ചുവട് വെച്ച് കളിക്കുന്നു. അത് തിരുവാതിരക്കളി. ബി കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളിക്കുന്ന ഒരു അനുഷ്ഠാന കലയേത്? ആൻസർ തെയ്യം. ഇനി സി ക്വസ്റ്റ്യന് താഴെ നൽകിയിരിക്കുന്ന കലാരൂപം ഏതെന്ന് തിരിച്ചറിയുക. ആൻസർ കേരള നടനം. ഈ കലാരൂപം ആവിഷ്കരിച്ചത് ആരാണ്? ഗുരു ഗോപിനാഥ്. കലാകേരളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കേട്ടോ. മാത്രമല്ല ഓരോ യൂണിറ്റിൻ്റെയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി 2 താഴെ നൽകിയിരിക്കുന്ന പക്ഷികളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിക്കുക. ഫസ്റ്റത്തെ കോളത്തിൽ നമുക്ക് ദേശാടന പക്ഷികൾ എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾ. ദേശാടന പക്ഷികൾ ഏതൊക്കെയാണ്? കാവി, നാഗമോഹൻ, മഞ്ഞക്കിളി. പറക്കാൻ കഴിയാത്തത് ഒട്ടകപ്പക്ഷി, യമു, കിവി. ബി ക്വസ്റ്റ്യന് ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നതിന് കാരണങ്ങൾ എന്തെല്ലാം? ആൻസർ ഭക്ഷണത്തിന് വേണ്ടിയും പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടിയാണ് പക്ഷികൾ ദേശാടനം നടത്തുന്നത്. സി ക്വസ്റ്റ്യന് പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓർണിത്തോളജി. ഡി ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ ആര്? ആൻസർ ഡോക്ടർ സാലിം അലി. 3 യോജിച്ചവ വരച്ചു ചേർക്കാം. വേമ്പനാട് പക്ഷി സങ്കേതം. ആൻസർ കുമരകം. കുമരകം ഏത് ജില്ലയിലാണ്? കോട്ടയം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. ആൻസർ മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. ഇത് പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന KK നീലകണ്ഠൻ്റെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. അതുപോലെ സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം, എറണാകുളം ജില്ലയിലാണ്. നെക്സ്റ്റ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി. ചോദ്യത്തിൻ്റെ കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറയുന്നതൊക്കെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 4 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തി ശരിയാക്കി എഴുതുക. അതിൽ കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ. ബി പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. സി വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ബ്ലൂ ബുക്ക്. ഡി ഇന്ദുചൂടൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. ആൻസർ കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി ആരാണ്? മലമുഴക്കി വേഴാമ്പലാണ്, മൂങ്ങയല്ല അല്ലേ. മൂങ്ങ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കേട്ടോ. ബി പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി, അത് ശരിയാണ്. സി വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ബ്ലൂ ബുക്കല്ല, റെഡ് ഡാറ്റ ബുക്കാണ്. ഡി തെറ്റാണ്. ഇന്ദുചൂടൻ്റെ ആത്മകഥ കേരളത്തിലെ പക്ഷികളാണ്. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് സംസ്ഥാനം ഏതെന്ന് തിരിച്ചറിയുക. പ്രധാന ഭാഷ തെലുങ്ക്, തലസ്ഥാനം അമരാവതി, നൃത്തരൂപം കുച്ചുപ്പുടി. ആൻസർ ഏതാണ്? ആന്ധ്രാപ്രദേശ്.
സംസ്ഥാന തലസ്ഥാന ഭാഷ കലാരൂപം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ EVSൻ്റെ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 6. താഴെ തന്നിരിക്കുന്നതിൽ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടം കണ്ടെത്തുക. A. കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. B. കേരളം, ഗോവ, ഒഡീഷ. C. പശ്ചിമ ബംഗാൾ, കേരളം, ഗുജറാത്ത്. D. ഗുജറാത്ത്, ഗോവ, കർണാടക. ആൻസർ ഗുജറാത്ത്, ഗോവ, കർണാടക. D ആണ് ആൻസർ. ഇതാ ഇന്ത്യൻ്റെ മാപ്പ് നോക്കിയ മക്കൾക്ക് മനസ്സിലാവും. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഈ സംസ്ഥാനങ്ങൾ മാത്രമാണ് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. എന്നാൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ ഇതിനോട് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞത്. 7. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. 2. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. 3. ഇന്ത്യയുടെ വാനമ്പാടിയാണ് അരുണ ആസഫ് അലി. 4. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ആൻസർ 1, 4 ശരി. സി ആണ് ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു, കേരള ഗാന്ധി K കേളപ്പൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി, ലോകമാന്യ ബാലഗംഗാധര തിലക്, രാഷ്ട്രപിതാവ് ഗാന്ധിജി, രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ, ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്, അഴഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. നടന്ന വർഷങ്ങൾ എഴുതാം. ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ 1942, ചമ്പാരൻ 1917, ജാലിയൻ വാലാബാഗ് 1919. ഗാന്ധിജി ജനിച്ചത് 1869. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലെത്തിയത് 1915. ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖേഡ സമരം 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തി. അതിനെതിരായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഖേഡ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലാണ്. അതുപോലെ ചമ്പാരൻ ബീഹാറിലാണ്. ഉപ്പ് സത്യാഗ്രഹം ഗുജറാത്ത്, ദണ്ഡി മാർച്ച് ഗുജറാത്തിലാണ്. സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ 1942. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് 1920. വാഗൺ ട്രാജഡി 1921, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇനി 9ാമത്തെ ക്വസ്റ്റ്യന്, താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ കൂട്ടം കണ്ടെത്തുക. കടൽ, അണക്കെട്ട്, മരുഭൂമി. B. വനം, കായൽ, പുൽമേട്. C. ധ്രുവപ്രദേശം, അക്വേറിയം, നദി. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളാണ് ചോദിച്ചിട്ടുള്ളത്. മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയല്ല. ആൻസർ ഏതാണ്? വനം, കായൽ, പുൽമേട്. അണക്കെട്ട്, അക്വേറിയം, പൂന്തോട്ടം, വയൽ, മിയാവാക്കി വനങ്ങളൊക്കെ മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയാണ്. 10. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? മരുരൂഹങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.